ഈ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 10 മുതൽ 20 വരെയുള്ള ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അഥവാ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ ലോകരക്ഷിതാവായ അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് കൊടുത്ത സമ്മാനമാണ് ഈ 10 ആയത്തുകൾ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹക്ക് മാത്രമേ ഈ മഹത്വം ലഭിക്കുകയുള്ളൂ. കാരണം അവരുടെ മഹത്വം അത്രമാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുനാഫിക്കുകൾ ഏറ്റവും കൂടുതൽ കയറിപ്പിടിച്ച ആയിഷ ഏറ്റവും സത്യസന്ധതയും ഏറ്റവും സ്വഭാവികമായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹക്ക് തന്നെ നേരെ അവർ അമ്പെയ്തത് അഥവാ ആരോപണങ്ങൾ തൊടുത്തുവിട്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ അതിശയോക്തിയില്ലാതെ പറഞ്ഞാൽ പോലും അത് ഇസ്ലാമിക ലോകത്ത് തീരാത്ത ഒന്നായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ക്രിസ്താബ്ദം 614 ജനിക്കുകയുണ്ടായി. അവരുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അവരുടെ ഉമ്മ റൂമാനാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ദൈവീക വചനം എന്ന രൂപത്തിൽ, ഒരു നിയോഗം എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം അഥവാ പ്രവാചക പുങ്കവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖുർആനാകുന്നു, ഒരു ഖുർആനാകുന്നു. ആ ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ ഒരു ഖുർആനാകുന്നു എന്നൊരു പദം പറയാൻ മാത്രമുള്ള കഴിവുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തിലെ ഒരേ ഒരു വ്യക്തി മാത്രം അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ 18 വയസ്സാകുമ്പോഴാണ് നമ്മുടെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് ഇഹലോകവാസം വെടിഞ്ഞത് എന്നുകൂടി നാം മനസ്സിലാക്കുക. ഹിജ്റക്ക് തൊട്ട് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കുന്നത്. ഹിജ്റ 58 ആയിഷ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ 2210 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകം ആയിഷ റളിയല്ലാഹു അൻഹയാണ്, അവരുടെ ഹദീസുകളെയാണ് കൂടുതലായിട്ടും ഇസ്ലാമിക കാര്യങ്ങളിൽ അവലംബനം ചെയ്യുന്നത്. ഇങ്ങനെ അവരുടെ മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. അള്ളാഹു അവർക്ക് സമ്മാനമായി കൊടുത്ത ഈ ആയത്ത് പഠിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. പ്രിയപ്പെട്ടവരെ, സൂറത്ത് നൂറിലെ 13-ാമത്തെ ആയത്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് ആയിഷ റളിയല്ലാഹു അൻഹക്കുള്ള സമ്മാനത്തിൽപ്പെട്ട ഒരായത്ത് കൂടിയാണ്. ഇസ്ലാമിക നിയമത്തിൽ സാക്ഷികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തെറ്റായ ആരോപണങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഈ ആയത്തിൽ ഊന്നിപ്പറയുന്നുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരായ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചവർ തങ്ങളുടെ വാദത്തെ പിന്തുണക്കാൻ 4 സാക്ഷികളെ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. തെറ്റായ ആരോപണങ്ങൾക്കുള്ള കഠിനമായ ശിക്ഷയും നീതിയും സത്യവും ഉയർത്തിപ്പിടിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഈ വാക്യം മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥമൊന്ന് പഠിക്കാൻ നോക്കാം. ലൗല, നേരത്തെ ഉള്ള 12-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൗല. അപ്പോൾ ലൗല എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഒരു വെർബ് വേണം. ഉണ്ടായില്ല, ചെയ്തില്ല, ചിന്തിച്ചില്ല എന്ന പോലെ ലൗല എന്തുകൊണ്ട് ഉണ്ടായില്ല, എന്തുണ്ടായില്ല എന്ന് ഇനി പറയും.
അപ്പോൾ ലൗല എന്തുകൊണ്ട് ഉണ്ടായില്ല. ജാഉ അലൈഹി, ജാഉ അവർ വന്നു എന്നാണ്. പക്ഷേ ജാ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. അപ്പോൾ ബി എന്നുള്ളത് ഏത് ഇവിടെ വരുന്നത്? ജാഉ ബി അർബഅത്തി ശുഹദാ. എന്തുകൊണ്ട് അവർ 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? അലൈഹി, ആ സംഭവത്തിൻ്റെ മേൽ, അഥവാ അവർ കെട്ടിച്ചമച്ച കള്ളാരോപണത്തിൻ്റെ പേര്. ഇഫ്ക് എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ ഇഫ്കിൽ. അപ്പോൾ ഈ കള്ളാരോപണത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 സാക്ഷികളെ എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല? അതാണ് ലൗല, എന്തുകൊണ്ട് ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, 4 സാക്ഷികളെ അവർ കൊണ്ടുവന്നില്ല ഈ സംഭവത്തിൽ. ഇവിടെ ഒരു ചോദ്യചിഹ്നം വെക്കുക. ഓക്കെ, അപ്പൊ ജാ ബി കൊണ്ടുവരിക എന്നാണ്. ജാഉ എന്നുള്ളത് ജംഅ, ജാ എന്നതാണ് ഏകവചനം, ജാഉ എന്നത് ബഹുവചനമാണ്. അപ്പോൾ ജാഉ അവർ കൊണ്ടുവന്നില്ല എന്നാണ്. പിന്നെ ഇവിടെ ഞാൻ വെറുതെ ഒന്ന് തമാശക്ക് പറയാണ്, ഇവിടെ എന്തുകൊണ്ട് അലിഫ് ഇട്ടിട്ടില്ല എന്നുള്ളത് പറയാൻ അറിയുന്നവർ പറയാം. ജാ എന്ന പദം കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ നിന്നും അലിഫ് വരേണ്ടടുത്ത് ഈ ജംഉ ഗായിബ് മുദക്കറാണ്, അതിലൊരു അലിഫ് എഴുതേണ്ടതുണ്ട്. അത് ഇടുന്നില്ല, എന്താണെന്ന് അറിയുന്നവർ പറയാം. അപ്പൊ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, എന്തുകൊണ്ട് 4 സാക്ഷികളെ അവർ കൊണ്ടുവന്നില്ല? ഫഇദ് ലം യഅ്തു, അപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെ ആയപ്പോൾ, എന്നാൽ ഫഇദ് എന്നാൽ ലം യഅ്തു, ലം യഅ്തു എന്നുള്ളത് മുദാരിയായ ഫീലിനോട് കൂടി ലം വന്നു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ അർത്ഥം. അപ്പൊ ലം യഅ്തു, അവർ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട്, അതായത് എന്താ ചെയ്യാത്തത്? ബിശുഹദായി, സാക്ഷികളെ കൊണ്ട്. അതിപ്പോൾ അതാ യഅ്തി എന്ന് പറഞ്ഞാലും കൊണ്ടുവരിക എന്ന്. അപ്പൊ ഇവിടെ ചെയ്യുക എന്നല്ല, ലം യഅ്തു ബിശുഹദായി, സാക്ഷികളെ അവർ കൊണ്ടുവരാത്തത് കൊണ്ട്, എന്നാൽ സാക്ഷികളെ കൊണ്ടുവരാത്തത് കൊണ്ട്, ഫ അപ്പോൾ, ഉലായിക അക്കൂട്ടർ, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, ഹും അവർ തന്നെയാകുന്നു, അൽ കാദിബൂൻ കള്ളം പറയുന്നവർ. കാദിബുൻ കദബ കള്ളം പറഞ്ഞു, കാദിബുൻ കള്ളം പറയുന്നവൻ, കാദിബുന കള്ളം പറയുന്നവർ. കാദിബുൻ എന്ന പദം ശംഷിയല്ല, ഖമരിയാണ്. അതുകൊണ്ടാണ് ഹുമുൽ കാദിബൂൻ എന്ന് വരുന്നത്, ഹുമുൽ കാദിബൂൻ എന്ന്. അപ്പൊ ഇവിടെ ബിശുഹദായി, ഷുഹദായി എന്ന പദം എന്താണ്? ശംസിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബിൽ ഷുഹദായി എന്ന് പറയാതിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. ഉലായിക്ക, അപ്പൊ അക്കൂട്ടർ, ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, ഹുമുൽ കാദിബൂൻ ഹും അവരാകുന്നു, അൽ കാദിബൂൻ കള്ളന്മാർ. ഉലായിക്ക എന്ന് പറഞ്ഞാൽ തന്നെ മതി, അവരാകുന്നു എന്നുള്ളത്. ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ, പിന്നെ പിന്നെയും അതിനെ ബലപ്പെടുത്തി പറയുകയാണ്. അപ്പോൾ ഒന്നും കൂടി അതിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ലൗല ജാഉ. ഓക്കെ, ബാക്കി ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലെ തജ്വീദ് ഒന്ന് പഠിച്ചു നോക്കാം. തജ്വീദ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ടുപോവുകയാണ് ഈ ലാമിലേക്ക്. ലൗല എന്നതിൻ്റെ മുകളിൽ അറബി ഭാഷയിൽ ഇപ്പം നമ്മൾ പിന്നെ ലാമ് എഴുതുമ്പോൾ എവിടുന്ന ശബ്ദ വരിക? ലൗല എന്നാണ് അല്ലേ, ലൗല. പക്ഷേ അങ്ങനെയല്ല അതുള്ളത്. അതുപോലെ ഇവിടെയും അങ്ങനെ ഉണ്ട്. ഇനിയും ലൗല പല പദത്തിലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ 2 പദത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാണ്. അത് നിങ്ങൾക്ക് ഞാനാണ് ആദ്യമായി പറഞ്ഞു തന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നോക്കാം. അദാബുൻ അലീമുൻ. ഇപ്പോൾ ഇവിടെ ഈ ആയത്ത് അവസാനിച്ചതും, പക്ഷേ നിങ്ങൾക്ക് പൂതിയാകുകയാണ്, ആഗ്രഹം ഉണ്ടാകുകയാണ്, എന്ത്? അലീമും ലൗ, അലീമുൽ ലൗല. അങ്ങനെ ഓതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലൊരു ലമ്മിനെ ഈ ലാമിലേക്ക് കൊടുക്കുക. അപ്പോൾ ആ ലാമിന് ശ്രദ്ധ കിട്ടും. ഇതിനെ അലീമുൽ ലൗല എന്ന് ഓതുക. അപ്പോൾ ആ ലാമിന് എന്ത് കിട്ടും? ശ്രദ്ധ കിട്ടും. അങ്ങനെയാണ് ആ ശ്രദ്ധ വന്നത്. ഓക്കെ, അതാ അലീമുൽ ലൗല, അലീമുൻ, അലീമുൻ എന്ന് പറയാതെ അലീമുൽ ലൗല, അലീമുൽ ലൗല. അതുപോലെ ഇവിടെ ഇഫ്കും മുബീനും ലൗല, മുബീനുൽ ലൗല, ഇഫ്കും മുബീനുൽ ലൗല. അങ്ങനെ ഓതാൻ പറ്റും. നിങ്ങൾക്ക് ഓതാൻ എന്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഓതാന്നർത്ഥം. മുബീനുൽ ലൗല. അതുകൊണ്ട് അങ്ങനെയാണ് ഇതിലൊരു ലമ്മിനധികം കൊടുത്തത് കൊണ്ടാണ് പിന്നെ ശ്രദ്ധ കിട്ടിയത്. ഇങ്ങനെ ഓതാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥവും. ഓക്കെ, അപ്പോൾ അതിലെ തജ്വീദ്. പിന്നെ ലൗ എന്നുള്ളത് എന്താണ്? ലൗ 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 എന്ന് തന്നെ പറപ്പം ലുലു ലുക്ക് 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 എന്നുള്ള ലുലു ലുലു എന്നായി എന്ന പോലെയല്ല. ലൗ
ലൗല ലൗല അത് മദ് ലീനായിട്ടാണ് വരിക. പിന്നെ ആ ശബ്ദം നമ്മൾ കൊണ്ടുവരണം. ജാ ഉ എന്നതിലെ ജാ ആ എന്നതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ അലിഫിന്റെ മുകളിൽ ഒരു ഇങ്ങനെ ഒരു വരട്ടിട്ടുണ്ട്, അതിന്റെ പേരാണ് മദ്. അപ്പൊ ആ മദ് വരാൻ കാരണം ഇതിലുള്ള ഈ ജാ എന്ന പദത്തിലുള്ള ഈ ഹംസ്, ജാ ബിനാ മസാ സാഇൽ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളിലൊക്കെ അത് വരും. അപ്പോൾ അതൊക്കെ ഒരൊറ്റക്ക് നിൽക്കുന്ന പദമാണ്, അതൊന്നും വേറെ ഒരു പദത്തോടു കൂടി നിൽക്കുന്ന പദം അല്ല ഈ ഹംസ്. അപ്പോൾ ഈ ഹംസ് ഈ പദത്തിൽ തന്നെ ജാ എന്ന പദത്തിൽ ഉള്ള അത് ആയതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഈ ഹംസ് ഇവിടെ വന്നതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പൊ ഈ ഹംസ് ഈ പദത്തിൽ തന്നെ ഉള്ളതാണ്, ഈ പദത്തിലല്ലാതെ വരും, രണ്ട് പദത്തിലായിട്ട് വരും. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ ഹാദാ ഇഫ്കു മുബീൻ എന്ന് പഠിച്ചോർത്ത് കണ്ടു, ഈ അലിഫുമ്മല് ഇപ്പൊ ഈ മദ് കിട്ടാൻ കാരണം ആരാണ്? ഈ ഹംസ, ഈ ഹംസത്തുൽ ഖത്ത് ആണ്. ഈ ചെറിയ ഹംസും ഈ അലിഫും ഒക്കെ പാടെ കൂടിയത് ചിലപ്പോൾ ഒന്നാമത് ഒറ്റക്കും വരും. അപ്പോൾ അത് രണ്ടും ഒരേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മുൻഫസിൽ എന്നാണ്. ഇത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റക്ക് നിൽക്കുന്നതാണ്. ഞാനടാന്ന് പറഞ്ഞ് ഒറ്റക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന് മുത്തസിൽ എന്നാ ചേർന്ന് നിൽക്കുന്നത്, ഒന്നിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ ഒറ്റക്കാണ് എന്ന് പറയുന്ന ഈ പദം. അപ്പോൾ ഇത് മദ് മുത്തസിലാണ്. മദ് മുത്തസിലിന്റെ ഹുക്കുമുഹു വാജിബുൻ, അത് നിർബന്ധമാണ്. എത്ര പ്രാവശ്യം? രണ്ട് മുത്തസിൽ, മദ് മുത്തസിലിന് നമ്മൾ 2 പ്രാവശ്യം, രണ്ട് പ്രാവശ്യമായിട്ട്, അതുപോലെ തന്നെ 4 പ്രാവശ്യമായിട്ട്, അതുപോലെ തന്നെ 6 പ്രാവശ്യമായിട്ട് ഓതുക. മദ് മുത്തസിലിന് 6 വരെ വിരലുകൾ മടക്കാവുന്നതാണ്. 2, 4, 6. കസുർ വസത്ത് തൂല്, കസുർ വസത്ത് തൂല്, ഇതാണ് മദ് മുത്തസിലിന്റെ നിയമം. ഇന്നലെ ഇപ്പം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു. പക്ഷെ ഓക്കെ. ജാഉ അപ്പോൾ 2, 4, 6 കസുർ വസത്ത് തൂല്. പിന്നെ അലൈഹി എന്നുള്ളടത്ത് ഇതിൻ്റെ ഈ അലൈഹി എന്നുള്ളതിന് മദ് ലീൻ എന്ന് പറയും. ബി അർബാത്തി എന്നുള്ളടത്ത് നമ്മൾ ബി ആന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. ഇത് ഖത്ഇന്റെ ഹംസാണ്. ഖത്ത് എന്ന് പറഞ്ഞാൽ മുറിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്തി ഓതുന്നതിൽ നിന്ന് മുറിച്ചിട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഖത്ഇന്റെ ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ബി പിന്നെ ബി അർബാത്തി ഒന്നിച്ച് പറയും, പക്ഷെ നമ്മളെ ആ ഫ്ലുവൻ്റ് ഇല്ലാതെയാവും. അതാണ് അവിടെ ഖത്ഇന്റെ ഹംസ് എന്ന് പറയാൻ കാരണം. ബി അർബാത്തി ശുഹദാ. ഓക്കെ, അത്ര നൈമിലൊന്നും വല്ലാതെ കൂടണ്ട. ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ. അപ്പോൾ ശുഹദാ എന്നുള്ളത് മദ് മുത്തസിലാണ്. ഇത് ഈ ഷഹീദ് എന്നതാണ് ഏകവചനം, ശുഹദാ എന്നുള്ളത് ബഹുവചനം. അപ്പോൾ ഷഹീദ്, ശുഹദാ സാക്ഷികൾ, ചിലപ്പോൾ രക്തസാക്ഷികളും എന്ന് പറയുന്നല്ല, അങ്ങനെ അർത്ഥം വരും. ഇപ്പൊ ഇവിടെ സാക്ഷികളാണ്. ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ പറഞ്ഞ ഒരു സാക്ഷി കൊണ്ടുവരാത്തവർ, അപ്പം 4 സാക്ഷികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷഹീദ് എന്നതിൻ്റെ ബഹുവചനമാണ് ശുഹദാ. ഈ ഹംസ് ഇതിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ മദ്ദിൻ്റെ പേര് മദ് മുത്തസിൽ എന്ന് പറയും. മുത്തസിലിന് ഞാൻ ഇവിടെ പറഞ്ഞ അതേ നിയമമാണുള്ളത്. പിന്നെ ഇതും മദ് വസ്ലിൻ്റെ ഹംസത്തുൽ ഖത്ത് ആണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു ജീം ഉണ്ടല്ലോ അല്ലെ, ജീം പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ശുഹദാ അങ്ങനെ വെക്കാം. അതാണ് അലാമത്തുൽ വഖഫ് അൽ ജായിസ് എന്നാണ് അർത്ഥം. പിന്നെ ഫഇദ് ലം യഅ്തു ബിശുഹദായി, ഫഇദ് ലം യഅ്തു, ഈ എന്നുള്ളതും മീമും ഒക്കെ ഹർഫ് മുദ്ഹർ ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇത് എന്ന് പറയുന്ന വേണം. അതുപോലെ ലമ്മിനെ നമ്മളെ ചുണ്ടുകൊണ്ട് ഇതിൻ്റെ മീമിനെ ഇദ്ഹാർ ഷഫവി എന്നാണ് അതിന് പറയുന്നത്. അതിനെ ആ മീമിൻ്റെ സുക്കൂനിനെ നാം വെളിവാക്കണം, ഇദ്ഹാർ ഷഫവി. അപ്പം ലം നമ്മളെ ചുണ്ടുകൊണ്ട് പറഞ്ഞു നോക്കുക. ലം യഅ്തു ഫഇദ് ലം യഅ്തു ബിശുഹദായി. പിന്നെ ഈ വാവിനെ 2 പ്രാവശ്യം നീട്ടണം. ഇത് തൊബീ മദ്ദാണ്. പിന്നെ ഈ അലിഫ്, ഇങ്ങനെയുള്ള അലിഫുകൾ 7 ഉണ്ട്. ഇതിനെ നമുക്ക് ഓതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇതിന് വട്ടപൂജ്യം കൊടുത്തിട്ടുള്ള 7 അലിഫുകളുണ്ട്, അത് ഓതണ്ട. പിന്നെ ബിശുഹദായി എന്നുള്ളിടത്ത് ഈ ദിമ്മല് ഒരു അലിഫുമ്മ ഒരു ചെറിയ സാധനം കാണാണ്ടല്ലോ, അത് അറബി ഭാഷയിലെ സോദിന്റെ തലയാണ്.
അസോദിൻ്റെ തല. അപ്പോൾ ഇത് ഈ അലിഫിനെയും നമ്മൾ ഓതുന്നില്ല, ചേർത്തി ഓതുക എന്നാണ് ഹംസത്തുൽ വസ്ൽ പറഞ്ഞാൽ. അപ്പോൾ ബിശുഹദായി എന്നാണ് നാം പിന്നീട് ഓതുക. ബിശുഹദായി, ഷഹീദ് ഷുഹദാ നേരത്തെ പറഞ്ഞ മദ് മുത്തസിലാണ്. ഫ ഉലായിക്ക എന്നുള്ളിടത്തും ഈ മദ് ഹംസത്തുൽ ഖത്ത് ആണ്. പിന്നെ ഈ വാവും ഈ അലിഫും ഇതേപോലെ പോലെ തന്നെ ഇങ്ങനെയുള്ളത് ഇത് നമുക്ക് ഓതേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് ഊ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉലായിക്ക എന്ന ലാമിലേക്കാണ് എത്തുന്നത്. പിന്നെ ഇവിടെ ചെറിയ അലിഫുണ്ട്, അത് ആ പദത്തിലെ ഒറിജിനൽ പദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹംസ് വന്നതുകൊണ്ടാണ് ഈ മദ് കിട്ടിയത്. അപ്പോൾ ഉലായിക്ക എന്നുള്ളത് ഒറ്റക്കുള്ള പദമായതുകൊണ്ട് മദ് മുത്തസിലാണ്. ഐന്ദല്ലാഹി എന്നുള്ളിടത്ത് ഐനാണ്. അപ്പോൾ ഐന്ദല്ലാഹി ഇവിടെ നിങ്ങൾ നോക്കുക, ഐന്ദല്ലാഹി നമ്മുടെ മൂക്കുകൊണ്ട് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ മണിക്കൽ വരണം. കാരണം നമുക്ക് ഇനി ഇഖ്ലാബ് എന്താണ്, അതുപോലെ തന്നെ ഇഖ്ലാബ്, അതുപോലെ തന്നെ ഇഖ്ഫാ ഷഫവി പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അവിടെ അതൊക്കെ വ്യത്യസ്തമായ രൂപങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ഇൻദല്ലാഹി എന്ന് പറയണം. പിന്നെ ഈ ദാലിനെ നമ്മൾക്ക് കട്ടി കൂട്ടാതെ ഓതണം എന്നാണ്, അതിൻ്റെ പേരാണ് മുറക്കക്ക് എന്ന് പറയുന്നത്. കട്ടി കൂട്ടാതെ ഓതുക ഇൻദല്ലാഹി. പിന്നെ ഇവിടെ ഒരു അലിഫുണ്ട്, മദ് ഹംസത്തുൽ വസ്ലാണ്. അപ്പോൾ ഇതിനെ ഓതുന്നില്ല. നമ്മൾ എന്താ കഴിഞ്ഞത് ഉടനെ തന്നെ അള്ളാഹി എന്നൊക്കെയാണ് എത്തുന്നത്. അള്ളാഹുവിൻ്റെ പേരാണത്. ഇസ്മുൽ ജലാലത്ത് എന്നാണ് അറബി പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കട്ടി കൂട്ടിയിട്ടാണ് ഇൻദല്ലാഹി മുഫഹമായിട്ടാണ് പറയുക, ഇതിനെ മുറക്കായിട്ടാണ് ഓതുക. പിന്നെ ഹുമുൽ കാദിബൂൻ എന്നുള്ളത് ഹും എന്നതായിരുന്നു. അപ്പം നമ്മൾ ആ സുക്കൂനിനെ ഒഴിവാക്കി, എന്നിട്ട് നമ്മളൊരു ലമ്മ് പുറത്തുനിന്ന് കൊണ്ടുവന്നു. എന്തിനു കൊണ്ടുവന്നു? അൽ കാദിബുൻ ഖമരിയായ പദത്തെ നമുക്ക് കൂട്ടി ഓതാൻ വേണ്ടിയിട്ടാണത്. ഹുമുൽ കാദിബൂൻ. അപ്പോൾ കാരണം ഹും അൽ കാദിബൂൻ എന്ന് ഓതുന്നത് ശരിയല്ല, ഹുമുൽ കാദിബൂൻ എന്നതാണ് ശരി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ആ സുക്കൂനിനെ ഒഴിവാക്കിയിട്ട് ലമ്മിനെ കൊടുന്ന് നമ്മൾ ഹുമുൽ കാദിബൂൻ എന്ന് ഓതും. പിന്നെ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ അറബി ഭാഷയിൽ അവർ വെക്കുന്നത് സുക്കൂൻമലാണ് എന്നാണ് കണക്ക്. അപ്പോൾ ഇവിടെ സുക്കൂന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ആയത്ത് പൂർത്തിയായപ്പോൾ നമുക്ക് വഖഫ് താമായി, ഇവിടെ വഖഫ് നമുക്ക് പൂർണ്ണമായിട്ട് വെക്കാൻ പറ്റും. വെക്കുമ്പോൾ നമ്മൾ ഇതിന് മദ്ദിന് പേര് പറയും, മദ് ആരിദുൽ സുക്കൂന്. പിന്നെ വഖഫ് ആരിദുൽ സുക്കൂനിന് സുക്കൂന്മ നമ്മൾ കൊണ്ടുപോയി വെച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിന്മേൽ വല്ലാതെ കൂടണ്ട, അതിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളോട് ആവശ്യപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കാനും. സൂറത്തു നൂർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമാണ്, ജീവിതം ഒരു പ്രകാശമാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.